വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ജീവനും ശക്തിയും തേജസ്സും പകരുന്ന ദൈവത്തിൻ്റെ വചന കേൾവിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഹാർദവമായ സ്വാഗതം പറയുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിച്ചോ, അസാധാരണമായ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യം, കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞല്ലോ, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞതുപോലെ അത് നിങ്ങൾ ആ സാന്നിധ്യത്തെ നിങ്ങളൊന്ന് സന്ദർശിച്ച് കാൺമീൻ, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം അതുപോലൊരു ബോധ്യം ഈ വചനം എടുത്തപ്പോൾ, നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഈ വചനം എടുത്തപ്പോൾ കർത്താവ് എനിക്ക് തന്നതുകൊണ്ടാട്ടോ. ഇന്നൊരുപോലെ എനിക്ക് നിങ്ങൾക്കും ഈ വചന ശുശ്രൂഷ അനുഗ്രഹമാകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ദൈവമക്കളെ, ഇന്നത്തെ ഈ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ നിങ്ങൾ വായിച്ചുവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അസ്ഥികൾ ജീവിക്കും, എന്നാൽ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? ഇതൊരു ഭയങ്കര ചോദ്യമാണ്. അസ്ഥി ഒടിഞ്ഞാൽ ആരും ആ കയ്യോ കാലോ മുറിച്ച് കളയുന്ന നിങ്ങൾ കണ്ടിട്ടില്ല. അതിനെ കമ്പിയിട്ടോ പ്ലാസ്റ്റർ ചെയ്തോ അതിനെ വീണ്ടും പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒടിഞ്ഞു നുറുങ്ങിയ അസ്ഥികളെ വരെ നമുക്ക് പഴയതിനേക്കാൾ ആരോഗ്യകരമാക്കത്തക്ക നിലയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ നമുക്ക് ലഭ്യമാണ്. എന്നാൽ ചോദ്യം ഇതാണ്, ഉണങ്ങിയ അസ്ഥികൾ, ജീവനുള്ള ശരീരത്തിലിരിക്കുന്ന ഒരു അസ്ഥി ഉണങ്ങുകയില്ല, ഡ്രൈ ആകത്തില്ല. അതിൻ്റെ ചേതന നഷ്ടപ്പെട്ട് അത് പുറംപോക്കിൽ കിടക്കുമ്പോഴാണ് അത് ഉണങ്ങിയ അനുഭവത്തിലേക്കാകത്തിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ ആത്മാവിൽ ഈ സന്ദേശം നിങ്ങളെ ഏൽപ്പിക്കാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ബോധ്യം തന്നപ്പോൾ തന്നെ ഞാനൊരു കാര്യം തിരിച്ചറിയുകയാണ്. അറിഞ്ഞ ബോധ്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, ഞാൻ ഇന്ന് അസ്ഥികളെ തൊടാനല്ല ഇരിക്കുന്നേ, ഉണങ്ങിയ അസ്ഥികളെ തൊടാനായിരിക്കുന്നേ. ഞാൻ ഇന്ന് അസ്ഥികളെ തൊടാനല്ല ഇരിക്കുന്നേ, ഉണങ്ങിയ അസ്ഥികളെ തൊടാനായിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ദൂതിനൊരു ആമേൻ പറഞ്ഞ് നിങ്ങൾ തയ്യാറാണെന്ന് ആത്മമണ്ഡലത്തെ ബോധ്യപ്പെടുത്തണം. ജീസസ് നെയ്മ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുക. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. ഈ പുറപ്പെട്ടവരോടെല്ലാം ചോദിക്കണം. ഈ പുറപ്പെട്ടവരോടെല്ലാം ചോദിച്ചാൽ നമുക്കൊരു കാര്യം അറിയാൻ പറ്റും. എന്നാന്നറിയാവോ? അവരുടെ പുറപ്പാടിൻ്റെ പിന്നിൽ ഒരു ദൈവകരം ചലിച്ചിട്ടുണ്ട്. അവരുടെ പുറപ്പാടിൻ്റെ പിന്നിൽ ഒരു ദൈവകരം ചലിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനും പറയും, ഞാൻ ഈ മിനിസ്ട്രിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപേ, ഈ മിനിസ്ട്രിക്ക് വേണ്ടി പുറപ്പെടുന്നതിന് മുൻപേ എന്നെ തൊട്ട, എന്നെ കാണിച്ച, എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് ഈ ദൗത്യം ഏൽപ്പിച്ച ഒരു കർത്താവിൻ്റെ കൈയെക്കുറിച്ച് എനിക്കും പറയാനുണ്ട്. യെഹെസ്കേലിനും പറയാനുണ്ട്, അബ്രഹാമിനും പറയാനുണ്ട്, മോശയ്ക്കും പറയാനുണ്ട്, എല്ലാ അഭിഷിക്തന്മാർക്കും പറയാനുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു പുറപ്പാടിന് മുൻപേ ഒരു ദൈവശബ്ദം, ഒരു ദൈവകരം അവരെ തൊട്ടിട്ടുണ്ട്. ഇന്ന് ഈ സന്ദേശം താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പിച്ചുകൊള്ളുക, ആരുടെ കരവും താങ്കളെ തേടി വന്നില്ലെങ്കിലും, താങ്കൾ പുറപ്പെടണമെന്ന്, താങ്കൾ ജീവിക്കണമെന്ന്, നിങ്ങളുടെ കുടുംബം ജീവിക്കണമെന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട ദൈവിക ജീവൻ മടങ്ങി വരണമെന്ന്, നിങ്ങളെന്ന വ്യക്തി ദൈവത്തിന് വേണ്ടി മടങ്ങി വരണമെന്ന്, നിങ്ങളുടെ തലമുറകൾ ദൈവത്തിന് വേണ്ടി മടങ്ങി വരണമെന്ന് തമ്പുരാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ്റെ വാക്കും നാക്കുമല്ല, ഒരു മനുഷ്യൻ്റെ ഭുജവുമല്ല, ദൈവത്തിൻ്റെ ഭുജം ഉണങ്ങിയ ചില അസ്ഥികളെ തേടി അവരുടെ താഴ്വരകളിലേക്ക് ഇന്ന് ഒരു കരം സഞ്ചരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അസ്ഥികളെ തേടി, ഉണങ്ങിയ അസ്ഥികളെ തേടി നിങ്ങളുടെ താഴ്വരയിലേക്ക് നീട്ടുന്ന ദൈവത്തിൻ്റെ കരം. ഉണങ്ങിയ അസ്ഥികളെ തേടി
നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്ദർശിക്കുന്ന ദൈവം. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. ആത്മാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവാത്മാവിൻ്റെ പ്രത്യേകത അത് ആ ആത്മാവ് വരുന്നിടത്തെല്ലാം ചലനങ്ങളുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ ആത്മാവ് വരുന്നിടത്തെല്ലാം ചലനങ്ങളുണ്ടാവും. യെഹെസ്കേൽ ആത്മാവ് വരുന്നതിന് മുൻപേ പുറപ്പെട്ടില്ല. യെഹെസ്കേൽ ആത്മാവ് വരുന്നതിന് മുൻപേ അസ്ഥികളെ ജീവിപ്പിക്കണമെന്ന് തോന്നിയില്ല. യെഹെസ്കേലിന് ആത്മാവ് വരുന്നതിന് മുൻപേ ചലനവുമില്ലാതെ ഒരിടത്ത് ഇരിക്കുമായിരുന്നു. പക്ഷെ ആത്മാവ് വന്നപ്പോൾ ചലനം ഉണ്ടായി. എത്ര വചനം കേട്ടാലും ചലിക്കാത്ത ചില വ്യക്തികളുണ്ട്. എത്ര ദൈവശബ്ദം കേട്ടാലും ഒന്നും ചെയ്യാത്ത ചില വ്യക്തികളുണ്ട്. ആത്മാവ് തൊട്ടാൽ ഇരിക്കുന്നിടത്ത് നിന്ന് അറിയാതെ എഴുന്നേൽക്കും. ആമേൻ. ആത്മാവ് തൊട്ടാൽ ഇരിക്കുന്നിടത്ത് നിന്ന് അറിയാതെ പോകും. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. ഞാനൊരു ദൈവശബ്ദം താങ്കളോട് പറയാം. എന്ത് കാര്യം ചെയ്യുന്നോ അതിന് തൊട്ടു മുൻപേ ഒരു 3 വട്ടം ഉറപ്പിക്കണം, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ദൈവാത്മാവിലാണോ എന്ന്. ഹല്ലേലൂയ. ഞാൻ ദൈവശബ്ദം കേട്ടു, എന്നോട് ദൈവം പറഞ്ഞു, ദൈവം ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് വമ്പൻ അബദ്ധത്തിൽ പോയി ചാടി അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഈ ദൈവാത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞത് ദൈവസന്നിധിയിൽ കൺഫേം ചെയ്തിട്ട് തന്നെയാണോ നിങ്ങളൊക്കെ പല കാര്യങ്ങളും ചെയ്തേ? ദൈവാത്മാവ് പറഞ്ഞാൽ ദൈവം ചെയ്യും. 2 ആത്മാവ് സംസാരിക്കും. 1 മനുഷ്യന്റെ ആത്മാവ്, 2 ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. പക്ഷേ വചനം വ്യക്തമായി പറയുന്നു, യെഹെസ്കേലിനെ തൊട്ടത് ദൈവത്തിന്റെ ആത്മാവാ. സുഹൃത്തേ, ഞാൻ താങ്കളെ ഉറപ്പിക്കാനായി ഈ ദൂത് പറഞ്ഞേ. നിങ്ങളെ വിളിച്ചത് ദൈവത്തിന്റെ ആത്മാവാ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കത്തില്ല. എന്നെ ദൈവം വിളിച്ചോ, എന്നെ ദൈവം കണ്ടോ, എന്നെ ദൈവം തിരഞ്ഞെടുത്തോ എന്നൊക്കെ നിങ്ങൾ തന്നെ പലവട്ടം നിങ്ങളുടെ ഉള്ളിൽ ചോദിച്ചിട്ടില്ലേ? യെഹെസ്കേൽ പറഞ്ഞു, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. ഇസ്രായേലിന്റെ ഭാവി യഥാസ്ഥാപനത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഈ ഒരു ദർശനത്തിന്റെ പശ്ചാത്തലം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ഒന്ന് ഉറപ്പിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പലതും വന്നു, കയറി, പോരാടി, ബന്ധിച്ചു, കെട്ടി, ഒതുക്കി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാതിരിക്കുന്നൊരു സത്യമാണ് യെഹെസ്കേൽ പറഞ്ഞത്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. സുഹൃത്തേ, മുകളിൽ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണും. പക്ഷെ ദൈവത്തിൻ്റെ കൈ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവാത്മാവും നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവശക്തി താങ്കളുടെ മേലുണ്ടെങ്കിൽ, യഹോവയുടെ കൈ നിന്റെ മേൽ വരുന്ന ഒരനുഭവം നിനക്കുണ്ടെങ്കിൽ, നിന്നെ കെട്ടിയതിനും പൂട്ടിയതിനും ബന്ധിച്ചതിനും ഒതുക്കിയതിനും ഒന്നും നിന്നെ അധികം നാൾ ഒരിടത്തിരുത്തിയേക്കാൻ പറ്റത്തില്ല. നിന്നെ പുറപ്പെടുവിക്കുന്നതാണ് ആ കൈ. നിനക്കൊരു യാത്രയ്ക്കുള്ള പാത തുറക്കുന്നതാണ് ആ കൈ. നിനക്കൊരു ശുശ്രൂഷയുണ്ടെന്ന് പറയുന്നതാണ് ആ കൈ. നിന്നെ നടത്തുന്നതാണ് ആ കൈ. നിന്നെ പുറപ്പെടുവിക്കുന്നതാണ് ആ കൈ. നിന്നെ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നതാണ് ആ കൈ. എന്നെ കേൾക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട് ഇന്ന്. പ്രൈസ് ദി ലോർഡ്. നീ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുവാണേ, ഈ ദൈവശബ്ദം നിന്റെ കെട്ടഴിക്കാൻ വേണ്ടിയാ കേട്ടോ കർത്താവ് പറഞ്ഞു വിടുന്നേ. നീ ഇവിടെ കെട്ടിക്കിടക്കുവാണേ, കൈ നിന്റെ മേൽ വരുന്നത് വരെ ഉള്ളൂ ഈ കിടപ്പ്. കൈ നിന്റെ മേൽ വരുന്നത് വരെ ഉള്ളൂ ഈ ബ്ലോക്ക്. കൈ നിന്റെ ജീവിതത്തിലേക്ക് നീട്ടുന്നത് വരെ ഉള്ളൂ ഈ പോരാട്ടം. കൈ നിന്റെ മേൽ വരുന്നത് വരെ ഉള്ളൂ ഈ ലാഗ്. കൈ നിന്റെ മേൽ വരുന്നത് വരെ ഉള്ളൂ ഈ കാലതാമസം. കൈ മേൽ വന്നാൽ പിന്നെ നിനക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. ദൈവം നിന്നെ പുറപ്പെടുവിക്കും.
അനേക ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കാൻ വിളിയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. അനേക കുടുംബത്തെ എഴുന്നേൽപ്പിക്കാനുള്ള വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. അനേകർക്ക് അനുഗ്രഹമാകാനുള്ള വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. സുഹൃത്തെ, നീ ഒരുപക്ഷെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ടായിരിക്കാം വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ കാഷ്യർ ആയിട്ടായിരിക്കാം, അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് ആയിട്ടായിരിക്കാം, മാനേജറായിട്ടായിരിക്കാം, അഡ്മിനിസ്ട്രേഷനിലായിരിക്കാം, HR ആയിട്ടായിരിക്കാം, മറ്റെന്തെങ്കിലും ഒരു ജോലി, ഏതെങ്കിലും ഒരു വീട്ടിൽ വേല ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ അവിടെയും കാണും ഒരു താഴ്വരയുടെ അനുഭവം, അവിടെയും കാണും ഒരു ഉണങ്ങിയ അസ്ഥികൾ. ജീവിപ്പിക്കാൻ ദൈവകരമുള്ള നിന്നെ ആവശ്യം. അതിനാദ്യം എന്നാ വേണ്ടതെന്നറിയോ? എൻ്റെ ഉണക്ക് മാറണം, എൻ്റെ ഡ്രൈനസ് മാറണം, എൻ്റെ ഡ്രൈനസ് മാറണം. പറഞ്ഞേ, എൻ്റെ ഡ്രൈനസ് മാറണം. എൻ്റെ ഡ്രൈനസ് മാറണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ താഴ്വരകളിലൂടെ കർത്താവ് നമ്മളെ നടത്തും. എന്നാലേ നമുക്ക് താഴ്വരയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ മടുപ്പില്ലാതിരിക്കും. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച ഒരു വ്യക്തിക്ക് കീഴ്പോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. പറയുമ്പോൾ തന്നെ ഐ ആം സോറി പറയും. കാരണം അവർ ജനിച്ചിട്ട് വളർന്നേക്കുന്നത് മുകളിലോട്ടാണ്. പക്ഷേ ഏറ്റവും താഴെക്കടയെന്നൊക്കെ കർത്താവ് വളർത്തിയെടുക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എത്ര താഴേക്ക് ചെന്ന് ചിലതിനെയൊക്കെ കോരിയെടുക്കാൻ ദൈവം വിളിച്ചാലും മടിയില്ലാത്ത അനുഭവത്തിൽ വരും. മക്കളെ, നമ്മളെയൊക്കെ ദൈവം ഉയർന്ന തട്ടിലേക്ക്, അളവിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് മുൻപേ ഒത്തിരിയും താഴ്ചകളിലൂടെയും, ഒത്തിരിയും താഴ്വരകളിലൂടെയും, ഒത്തിരിയും വേദനകളിലൂടെയും, ഒത്തിരിയും മലീമസമായ അനുഭവങ്ങളിലൂടെയൊക്കെ നടത്തിയത് എന്തിനാണെന്നറിയാമോ? ഏത് തരക്കാരനും നിന്റെ അടുത്ത് വന്നാലും നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാനാ, നീ അംഗീകരിക്കാനാ. ചിലർ പറയും, പുള്ളിയൊന്നും നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ആളല്ല, പുള്ളിയൊന്നും നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ആളല്ല, പുള്ളിയൊന്നും നമ്മുടെ ആ ഒരു ലെവലിൽ പറ്റിയ ആളല്ല. മക്കളെ, പറയണ്ട, ചിന്തിച്ചാൽ തന്നെ ദോഷമാണേ. നമുക്കൊക്കെ ഈ സ്റ്റാറ്റസ് വന്നത് ക്രിസ്തു വന്നതിന് ശേഷം മാത്രമാണ്. ഈ പറയുന്ന അസ്ഥിത്താഴ്വരയുടെ അനുഭവം എന്താ നിങ്ങൾക്കറിയാവോ? ഈ പറയുന്ന അസ്ഥിത്താഴ്വരയ്ക്കകത്ത് മനുഷ്യ സന്ദർശനമില്ല, നാറ്റം വെച്ച അനുഭവമാണ്. പകുതി ജീർണിച്ച ശരീരങ്ങളുണ്ട്. ജീർണിച്ച് കഴുകനും കാക്കയും കൊത്തി തിന്നിട്ട് അസ്ഥിയായി കിടക്കുന്നതുണ്ട്. വർഷങ്ങൾ ഈ അനുഭവത്തിൽ കൂടെ കടന്നുപോയിട്ട് ഉണങ്ങിയ അസ്ഥികളായി കിടക്കുന്നതുണ്ട്. ഇനി കൊത്താൻ വേണ്ടി കാത്തു കിടക്കുന്ന ബോഡിയുണ്ട്. മനുഷ്യവാസമില്ല. ഈ അസ്ഥികൾക്കൊക്കെ, ഈ അസ്ഥികളിലേക്കൊക്കെ നോക്കിയാൽ ഇവർക്കൊരു പണ്ടത്തെ കാലമുണ്ട്. ഈ അസ്ഥികളിലേക്ക് നോക്കിയാൽ ശരീരമുണ്ടായിരുന്നൊരു കാലമുണ്ട്. ഈ അസ്ഥികൾക്ക് പറയാൻ കഴിയുമായിരുന്നു, എൻ്റെ മേൽ ത്വക്ക് പൊതിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു, മാംസം പൊതിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആ ശരീരത്തിൻ്റെ അകത്തിരുന്നപ്പോൾ ഞാനെന്ന അസ്ഥിക്ക്, അല്ലെങ്കിൽ എന്നെ പൊതിഞ്ഞിരുന്ന ആ മാംസ ശരീരത്തിന് മോടിയുണ്ടായിരുന്നു. മോദിയല്ല, മോടിയുണ്ടായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു, ആർഭാടം ഉണ്ടായിരുന്നു, വിലയുണ്ടായിരുന്നു, ജ്ഞാനമുണ്ടായിരുന്നു, സ്ഥാനമുണ്ടായിരുന്നു, പേരുണ്ടായിരുന്നു, ബുദ്ധിയുണ്ടായിരുന്നു, വിവേകം ഉണ്ടായിരുന്നു. ആരെയും എനിക്ക് വാക്കുകൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുന്നൊരനുഭവത്തിലായിരുന്നു. ആരെയും വില വയ്ക്കാത്തൊരനുഭവമായിരുന്നു. ആരെയും മൈൻഡ് ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ആർക്കും കീഴ്പ്പെടാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ന് ഈ കിടക്കുന്ന അസ്ഥിയാകുന്ന എനിക്ക് അതൊന്നും പറയാനില്ല. അതൊക്കെ എന്നിൽ നിന്ന് എന്നോ മാഞ്ഞു പോയിരിക്കുന്നു, മാറിപ്പോയിരിക്കുന്നു, എന്നോ വിട്ടുപോയിരിക്കുന്നു. ഈ അസ്ഥികൾക്ക് അതൊന്നും പറയാനില്ല. സുഹൃത്തേ, ഞാൻ ഈ പറഞ്ഞ കാര്യം ഗഹനമായി ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഈ പിടിക്കുന്ന ഈ തൻ്റെടവും അഹങ്കാരവും അഹംഭാവവും ജാടയും ഹെഡ് വെയ്റ്റും ഒക്കെ എത്ര നാളത്തേക്കാ? ഈ അസ്ഥി താഴ്വരയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. നമുക്ക് അസ്ഥിയോട് ചേർന്നാൽ മതി.
നമുക്ക് ആ നുറുങ്ങിയ അസ്ഥി ഒട്ടിയാൽ മതി, നമുക്ക് അസ്ഥി എഴുന്നേറ്റാൽ മതി, ജീവിച്ചാൽ മതി. ജീവിക്കണമെങ്കിൽ കൈ എൻ്റെ മേൽ വരാൻ കൊള്ളാമായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയാണ് ഇസ്രായേൽ. തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയാണ് ഇസ്രായേൽ. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ പറയുന്ന സംഭവമൊക്കെ ആ ഇസ്രായേലിലെ ആൾക്കാർക്കുണ്ട്. ഈ ചരിത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ഇപ്പോഴത്തെ കാര്യമല്ല, ഈ ചരിത്രത്തിലെ കാര്യമാണ് പറയുന്നത്. ഇസ്രായേൽ മക്കൾക്കൊണ്ട് ഈ പറയുന്ന അഹങ്കാരവും അനുസരണക്കേടും തൻ്റെ ഇടവും എല്ലാം 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 അവരുടെ ഒരു യഥാസ്ഥാപനത്തെ പറ്റിയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. കൈ അവരുടെ മേൽ വരാൻ അവരെ കൊള്ളാകുന്നവരാക്കി മാറ്റിയ ഒരു ദൈവത്തെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാം. കൈ അവരുടെ മേൽ വരുവാൻ. ഞാനൊരു ദൂത് പറയാം. നമ്മുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ കൈ വരാൻ വിരോധമായി എന്തെങ്കിലുമൊക്കെ നമ്മൾ തന്നെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു കളയണം. നമ്മൾ പറഞ്ഞ് സ്ഥാപിച്ചത്, നമ്മുടെ തന്നെ രീതികളിലൂടെ നമ്മൾ സ്ഥാപിച്ചത്, നമ്മുടെ ശീലങ്ങളിലൂടെ സ്ഥാപിച്ചത്, നമ്മുടെ സ്വഭാവത്തിലൂടെ സ്ഥാപിച്ചത് ദൈവത്തിൻ്റെ കൈ വരാൻ തടസ്സമാണെങ്കിൽ, ആ ഭവനത്തിനൊരു പുറപ്പാടിന് തടസ്സമാണെങ്കിൽ, ആ ഭവനത്തിനകത്തൊരു ഹോളി സ്പിരിറ്റ് മൂവ് നടക്കാൻ തടസ്സമാണെങ്കിൽ, അതെടുത്തു കളയേണ്ട ഉത്തരവാദിത്വം പാസ്റ്റർക്കല്ല, എനിക്ക് തന്നെ. അവനവന് തന്നെ. യെഹെസ്കേലിന്റെ മേൽ ദൈവത്തിന്റെ കൈ വരാൻ കൊള്ളാമായിരുന്നൊരു മനുഷ്യനാ, ദൈവശബ്ദം കേൾക്കുന്ന മനുഷ്യനാ, അനുസരണയുള്ള മനുഷ്യനാ, ദൈവസ്നേഹമുള്ള മനുഷ്യനാ. ശമൂവേലിന്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടില്ലേ? ശമൂവേലിന്റെ പ്രാർത്ഥന എന്താണ്? അടിയനിതാ അരുളി ചെയ്താലും അടിയൻ കേൾക്കാം. അടിയനിതാ തിരുമുമ്പിൽ നിൽക്കുന്നു, അരുളി ചെയ്താലും അടിയൻ കേൾക്കാം. ദൈവമക്കളെ, കർത്താവ് എന്തു പറഞ്ഞാലും അനുസരിക്കണം. കർത്താവ് എന്തു പറഞ്ഞാലും അനുസരിക്കണം. ദൈവം എന്തു പറഞ്ഞാലും അനുസരിക്കണം. ദൈവം പറഞ്ഞാൽ അനുസരിക്കുന്നവനെ ദൈവം പുറപ്പെടുവിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ സംസാരിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് കാര്യങ്ങൾക്ക് നീക്കുപോക്ക് തരും. ഞാനിവിടെ പറയാറുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയോട് പറയാറുണ്ട്, മക്കളോട് പറയാറുണ്ട്, ഞാൻ എന്നോട് പറയാറുണ്ട്, എവിടെയോ ക്ലിയർ ആവാനുണ്ട്, ഇനിയും എവിടെയോ ക്ലിയർ ആവാനുണ്ട്. ഏതോ കാര്യം ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്തോ ഒരു കാര്യം ദൈവത്തിന്. മുഖപക്ഷം നോക്കുന്ന ദൈവമല്ല, പാസ്റ്റർക്ക് ഒരു നിയമം, വിശ്വാസികൾക്ക് വേറൊരു നിയമം വെക്കുന്ന ദൈവമല്ല. കറക്റ്റ് ചെയ്യണം. അത് പാസ്റ്റർ ആയാലും ശരി, ആരായാലും ശരി, ഇനി എത്ര തലതൊട്ടപ്പനായാലും ശരി തന്നെയാണ്. ആരും ഈ പുസ്തകത്തിന് മുകളിലല്ല, എല്ലാവരും ഇതിന് അധീനരാ. ഹല്ലേലൂയ. കറക്റ്റ് ചെയ്യണം. ജീവൻ വരണോ, കറക്ഷൻ ചെയ്യാൻ തയ്യാറാണ്. ചില ആൾക്കാരുണ്ട്, എന്തു പറഞ്ഞാലും സമ്മതിക്കത്തില്ല. തർക്കിച്ച് ഞാൻ പറഞ്ഞതിനെ അങ്ങ് മണ്ണ് വെച്ച് മൂടി അതിനെ അങ്ങ് വികൃതമാക്കും. കറക്റ്റ് ചെയ്യണം. ഇവിടെ ഒരു കറക്ഷൻ, ഇസ്രായേലിന്മേൽ ഒരു കറക്ഷൻ ദൈവം ആഗ്രഹിച്ചു. മക്കളെ, കറപ്ഷനുള്ള ജീവിതവും കൊണ്ട് അധികകാലം നന്നായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്കാണ്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ കൈ വെക്കാൻ കൊള്ളാമെന്നുള്ളവനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ദൈവം നോക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ, എല്ലാ കാലഘട്ടത്തിലും. കർത്താവ് നോക്കി. അബ്രഹാമിനോട് സംസാരിച്ചത് അബ്രഹാമിനെ പോലെ അനേക അബ്രഹാംമാരുണ്ടായിരുന്നെങ്കിൽ കർത്താവ് വീണ്ടും അധികം സംസാരിച്ചേനെ. മോശയെ കൊണ്ട് ചെയ്തത് മോശയെ പോലെ കൊള്ളാമെന്നുള്ള ആൾക്കാർ അധികം ഉണ്ടായിരുന്നെങ്കിൽ അധികം ദൈവം ചെയ്യിച്ചേനെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ദൈവം ഒരുപാട് പേര് അഭിഷേകം ചെയ്യാൻ നിന്നിട്ടും കാട്ടിൽ കിടക്കുന്ന ദാവീദ് തന്നെ മതിയെന്ന് ശമൂവേല് പറയാൻ കാരണം, ദൈവം ഇടപെടാൻ കാരണം, കൊള്ളാമെന്നുള്ളവനെ ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ഗാഡ്. ബൈബിൾ പറയുന്നു, നോക്കിയേ, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു.
ഒരു ചലനം നടക്കണമോ ജീവിതത്തിൽ, ഒരു വിടുതൽ നടക്കണമോ ജീവിതത്തിൽ, ഒരു മാറ്റമുണ്ടാകണമോ ജീവിതത്തിൽ, ദൈവകരം എൻ്റെ മേൽ അനുകൂലമായി വരത്തക്കവണ്ണം ഞാൻ ക്രമപ്പെട്ടവനായിരിക്കണം. ക്രമീകരിക്കപ്പെട്ടവനായിരിക്കണം ജീവിതത്തിൽ. സ്തോത്രം, ഹല്ലേലൂയ. താഴേക്ക് വരുമ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങൾ നോക്കിയേ. അവൻ എന്നോട് യെഹെസ്കേൽ കണ്ട കാര്യം നോക്കിയേ. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു എന്നല്ല, ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കാനാ ദൈവത്തിൻ്റെ കരം യെഹെസ്കേലിൻ്റെ മേൽ വന്നത്. സഹോദര, നിങ്ങളുടെ മേൽ ദൈവകരം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും തകർന്ന വിഷയങ്ങളെയും നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു പണിതെടുക്കാൻ പറ്റും. നിങ്ങളുടെ മേൽ ദൈവകരം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉണങ്ങിയ വിഷയങ്ങളും നിങ്ങളുടെ മുമ്പിൽ ജീവൻ വെച്ചതായി നിൽക്കും. കൈ വന്നത് യെഹെസ്കേലിൻ്റെ മേലാണ്, ജീവൻ വെപ്പിച്ചത് യെഹെസ്കേലാണ്. അത് ജീവൻ വെച്ച് വലിയൊരു സൈന്യമായി മാറിയത് കണ്ടതും യെഹെസ്കേലാണ് എന്നതുപോലെ എന്നെ കാണുന്ന യെഹെസ്കേലുമാരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ചുറ്റി നടക്കുമാറാക്കിയ അനുഭവങ്ങളുടെ മധ്യത്തിലും നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ നീ യെഹെസ്കേൽ പറഞ്ഞതുപോലെ ഒരു പദം പറയും, യഹോവയായ ദൈവമേ നീ അറിയുന്നു. യെഹെസ്കേലിൻ്റെ മേൽ ദൈവകരം വന്നത് അറിഞ്ഞതുപോലെ തന്നെ കൈവച്ച ദൈവം എന്തിനെന്നെ കൈവച്ച് അഭിഷേകം ചെയ്തു എന്ന്, എന്തിനെന്നെ കൈവച്ച് എന്നോട് ഇറങ്ങാൻ പറഞ്ഞു എന്ന്, എന്തിനെന്നെ നടത്തി എന്ന്, എന്തിനെന്നെ പുറപ്പെടുവിച്ചു എന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പറഞ്ഞു, യഹോവയായ ദൈവമേ നീ അറിയുന്നു. എന്നെ പുറപ്പെടുവിച്ചത് നീ, എന്നെ വിളിച്ചത് നീ, എൻ്റെ മേൽ കൈവച്ചത് നീ, എന്നോട് നടക്കാൻ പറഞ്ഞത് നീ, എന്നോട് ഇറങ്ങാൻ പറഞ്ഞത് നീ, എന്നെ ഈ താഴ്വരയിലേക്ക് കൊണ്ടുവന്നത് നീ, എന്നെ ഇവിടെ ചുറ്റി നടക്കുമാറാക്കിയതും നീ അറിയുന്നു ദൈവമേ, നീ അറിയുന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് നീ അറിയുന്നു. ഇന്ന് ഇതുപോലെ ഒത്തിരി ചുറ്റി ജീവിതത്തിൽ ഒത്തിരി ചുറ്റിയവരും ജീവിതത്തിൽ നിങ്ങളെ ചുറ്റിച്ചവരും ഒത്തിരി ഉണ്ടാകാം. ഇന്ന് അവരൊക്കെ എന്നെ കാണുന്നുണ്ട്. അവരോട് ഞാൻ ഈ ദൈവശബ്ദം അറിയിക്കുകയാണ്, ദൈവപൈതലേ, നീ ചുറ്റി നടന്ന ഇടങ്ങളിലെല്ലാം നിന്റെ മേൽ ഒരു ജീവൻ പകർന്ന ഒരനുഭവത്തിൽ ദൈവം നിന്നെ മടക്കിക്കൊണ്ടുപോകും. നീ ചുറ്റി നടന്ന ഇടത്തെല്ലാം, നീ ജോലി തേടി നടന്ന ഇടത്തെല്ലാം, നീ ജീവിക്കാൻ പെടാപ്പാട് പെട്ട ഇടങ്ങളിലേക്കെല്ലാം, നീ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച വഴികളിലെല്ലാം നാളൊരു കാലം അതേ പാതയിലൂടെ താങ്കൾ സഞ്ചരിക്കുമ്പോൾ കണ്ണുനീരോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് സാക്ഷ്യം പറഞ്ഞ് മുമ്പോട്ട് പോകാൻ കഴിയുന്ന നിലകളിൽ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. നാളെ നിങ്ങൾ പറയും, ഒരു കാലം ഞാൻ ഇത് വഴിയിലൂടെ ജീവിക്കാൻ പെടാപ്പാട് പെട്ടതാണ്, ഒരു കാലം ഞാൻ ഈ വഴിയിലൂടെയെല്ലാം ചുറ്റി നടന്നതാണ്, ഒരു കാലം ഞാൻ എന്താകുമെന്നറിയാത്ത അനുഭവത്തിലൂടെ ഞാൻ ഈ വഴികളിലൂടെയും ഇടവഴികളിലൂടെയും ഒക്കെ ഞാൻ പോയതാണ്. പക്ഷേ എൻ്റെ ദൈവം ഇന്ന് എന്നെ മാനിച്ചു, എൻ്റെ ദൈവം ഇന്ന് എന്നെ നടത്തി, എൻ്റെ ദൈവം ഇന്ന് എന്നെ ഉയർത്തി എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ സാക്ഷ്യം പറയത്തക്ക ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും. ചുറ്റി നടക്കുമാറാക്കിയ യെഹെസ്കേലിന് ഒരു കാര്യം അറിയായിരുന്നു, എൻ്റെ മേൽ മനുഷ്യൻ്റെ കര അല്ല ഇരിക്കുന്നേ, ദൈവത്തിൻ്റെ കര. അതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, യഹോവയായ ദൈവമേ, എന്നെ വരുത്തിയതും നീ, നടത്തിയതും നീ, നിൽക്കുമാറാക്കിയതും നീ, മേലാലുള്ളതും നീ അറിയുന്നു. ഞാനിത് ആത്മാവിൽ സംസാരിക്കുന്നു. നിന്നെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ദൈവം അറിയുന്നു. ബൈബിൾ പറയുന്നു, സ്തോത്രം, ബൈബിൾ പറയുന്നു, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ഒരു ശബ്ദം കേട്ടാ മതി, അസ്ഥികൾ ജീവിക്കുമെന്ന് യഹോവ പറയണമെന്നുണ്ടെങ്കിൽ കേട്ട ശബ്ദം ദൈവശബ്ദമാണ് എന്ന് ഉറപ്പിക്കേണ്ട ബാധ്യത അസ്ഥികൾക്കാണ്. ഒന്നും കൂടെ, യഹോവയുടെ വചനം മീൻസ് വേർഡ്, മീൻസ് വാക്ക്. വാക്ക് കേൾക്കുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
in our Christian life. വാക്കുകൾ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും, വാക്കുകൾ നിങ്ങളെ കൊല്ലുകയും ചെയ്യും. വാക്കുകൾ നിങ്ങളെ കത്തിക്കുകയും ചെയ്യും, വാക്കുകൾ നിങ്ങളെ കെടുത്തുകയും ചെയ്യും. ചില ആൾക്കാരുടെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ നിങ്ങൾ എന്ന വ്യക്തി അല്ലാതാക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ നിങ്ങളെ പണിതെടുക്കുകയും ചെയ്യും. അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. അപ്പോൾ ഒരു ശബ്ദത്തിന്, ഒരു വചനത്തിന്, ഒരു കേൾവിക്ക് അസ്ഥികളെ ജീവിപ്പിക്കാൻ കഴിയും. അതും ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ. വേറൊരു പ്രോസസ്സിലൂടെയും കടന്നു പോകണ്ട, വേറെ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെയും കടന്നു പോകണ്ട, വേറെ ഒരു കാലതാമസവുമില്ല. അസ്ഥികൾക്കും ഉണങ്ങിയ അസ്ഥികൾക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന, ഒരസ്ഥി താമസിച്ച് ജീവിക്കുന്നു, മറ്റേ അസ്ഥി നേരത്തെ ജീവിക്കുന്നു എന്നല്ല. അവിടെ കിടക്കുന്ന പഴയതും പുതിയതുമാകുന്ന, ഏറ്റവും ഉണങ്ങിയതും ഉണങ്ങിക്കൊണ്ടിരിക്കുന്നതും ഉണങ്ങി തുടങ്ങിയിട്ടില്ലാത്തതുമാകുന്ന അസ്ഥികൾക്ക് പോലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം കേൾപ്പീൻ എന്നാണ് ദൈവം പറയാൻ പറഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തേ, ഒരുപാട് കാലം കൊണ്ട് കഷ്ടതയിൽ അസ്ഥികൾ ഉണങ്ങിയ വ്യക്തികൾ എന്നെ കാണുന്നുണ്ട്. റീസെൻ്റ്ലി എന്ത് കാരണം കൊണ്ടെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ട്. ഒരുപാട് വർഷം കൊണ്ട് ഒരേ വിഷയം തന്നെ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത വളരെ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളും എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ചൊരുപോലെ ജീവിപ്പിക്കുന്നതാകുന്നു ഈ യഹോവയുടെ വചനം. ഒരു കേൾവിക്ക് നിന്റെ ജീവിതം മാറ്റാൻ കഴിയുമെന്ന ദൈവാത്മാവ് വചനത്തിൽ പറഞ്ഞതാ. ഹല്ലേലൂയ! ഒരു കേൾവിക്ക് ജീവിതം മാറ്റാൻ കഴിയും. ഒരു കേൾവിക്ക് ജീവിതം മാറ്റാൻ കഴിയും. കേൾക്കുന്ന വചനം ദൈവത്തിൻ്റെതാണെങ്കിൽ ജീവിതം മാറ്റാൻ കഴിയും. ബൈബിൾ പറയുന്നു, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. അതിന് 5-ാമത്തെ വാക്യം, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഒരു ദൂത് ഞാൻ പറയുകയാണ്. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞാണോ ഇറങ്ങിയത്? ആന്നു, ദൈവത്തെ അറിഞ്ഞാ നിങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ദൈവം പറയുന്നു, നീ ദൈവത്തെ കുറിച്ചറിയുന്ന അറിവിനകത്ത് നീ ആഴമുള്ളൊരു വ്യക്തിയാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് എന്തറിയാം? അവൻ ഈ ഭൂമിയിലേക്ക് വന്നു, നമുക്ക് വേണ്ടി രക്ഷകനായ യേശു നമ്മുടെ ഭൂമിയിലേക്ക് വന്നു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ പാപികൾക്കായിട്ട് വന്നു, നമ്മുടെ പാപങ്ങൾ അവൻ ഏറ്റെടുത്തു. അറിയാം, നിങ്ങൾക്ക് അത്രയും അറിയാം. നിങ്ങൾക്കൊരു വ്യക്തിയോട് സുവിശേഷം പറയാൻ പറയുമ്പോൾ നിങ്ങളത് പറയുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, നമ്മൾ പറയും. പക്ഷേ ആഴമായ ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവം താങ്കളെ ഗ്രഹിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അങ്ങനെ, കർത്താവേ, എനിക്ക് നിന്റെ വചനത്തെക്കുറിച്ച് ആഴമായിട്ട് അറിയണം, എനിക്ക് നിന്റെ വേർഡിനെ കുറിച്ച് ആഴമായിട്ട് അറിയണം, എനിക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഴമായിട്ട് അറിയണം, എനിക്ക് അങ്ങയുടെ പുത്രനെ യേശുവിനെ കുറിച്ച് ആഴമായിട്ട് അറിയണം, എനിക്ക് യേശുവിന്റെ രക്തത്തെക്കുറിച്ച് ആഴമായിട്ട് അറിയണം. കമോൺ, ഡീപ്പായിട്ട് അറിയത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ഇപ്പോൾ അനോയിന്റ് ചെയ്യാൻ പോവുകയാണ്. യഹോവയായ ദൈവമെന്ന് നിങ്ങൾ അറിയും. അർത്ഥം, ദൈവം ഇല്ലാത്ത അസ്ഥികളോടല്ല, ദൈവം ഉണ്ടെന്ന് അറിയാവുന്ന അസ്ഥികളോടാണ് പറയുന്നത്, യഹോവ എന്ന് നിങ്ങൾ അറിയും. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ളൊരു അറിവിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഉണക്ക്. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്കുള്ള ഒരു പരിജ്ഞാനത്തിലേക്ക് വളരാനായിരുന്നു ഈ ഉണക്ക്. ദൈവം ആഗ്രഹിക്കുന്ന ആ അറിവിലേക്ക് നമ്മൾ പണിതുയർത്തപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ താഴ്വരയുടെ അനുഭവം. ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നാം ആയിത്തീരാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ചുറ്റി നടക്കൽ. അതിൻ്റെ മധ്യത്തിൽ ദൈവം ഒരു ജീവനുള്ള വ്യക്തിയെ തൻ്റെ കയ്യാൽ പുറപ്പെടുവിച്ച് നടുവിൽ നിർത്തിയിട്ട് പറയുന്നു, ഞാൻ നിന്റെ മേൽ ഊതും, ഞാൻ നിന്റെ മേൽ ഞരമ്പ് വെച്ച് പിടിപ്പിക്കും.
നിന്റെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. യേശുവിൻ്റെ നാമത്തിൽ പല നിലവാരത്തിൽ ചിതറിക്കിടക്കുന്ന ചില ദൈവമക്കളോട്, ദൈവം വിളിച്ചു വേർതിരിച്ചവരോട്, ദൈവത്തെ അറിയുന്നവരോട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നിന്ന് അടർന്നു പോയതും അഴുകിപ്പോയതുമായ ചില കാര്യങ്ങളെ ദൈവം വീണ്ടും പൊതിയും, തൻ്റെ വചനം കൊണ്ട് പൊതിയും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് അറ്റുപോയതാകുന്ന ശ്വാസത്തെ ദൈവം നിങ്ങളുടെ മേൽ ഊതും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകളിലേക്കായിരിക്കാം ഈ ദൈവശബ്ദം പതിയുന്നത്, നിങ്ങളുടെ ഭർത്താവിലേക്കായിരിക്കാം ഈ ദൈവശബ്ദം പതിയുന്നത്, താങ്കളിലേക്കായിരിക്കാം ഈ ദൈവശബ്ദം പതിയുന്നത്. ഈ ദൈവശബ്ദത്തിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അഴുകിപ്പോയി എന്ന് പറയുന്നത്, അടർന്നുപോയി എന്ന് പറയുന്നത് വീണ്ടും പുനഃസ്ഥാപിക്കുക. കാരണം ദൈവത്തെ അറിഞ്ഞ താങ്കൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുക, ദൈവം എന്നറിയും. അപ്പോൾ ദൈവത്തെ അറിയേണ്ട പോലെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ചിതറിപ്പോകൽ. ദൈവത്തെ അറിയേണ്ട പോലെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഏറ്റവും ഉണങ്ങിയ അവസ്ഥ, ഈ ദാഹം, പരദാഹം, ഡ്രൈനസ്. പക്ഷെ അത് ഒരു അനുഗ്രഹത്തിനായിരുന്നു ദൈവമൈതലേ, അതൊരു അനുഗ്രഹത്തിനായിരുന്നു. നിങ്ങൾ ഇന്നത്തെ വചനം കേട്ടോ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. നിങ്ങൾ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. താങ്കൾ ഒരു കുടുംബമായി ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. താങ്കൾ ദൈവത്തിൻ്റെ ഫാമിലി വിട്ടുപോകരുതെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ കൂട്ടായ്മ വിട്ടുപോകരുതെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നീ ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയാ, പക്ഷെ ദൈവം നിന്നെ അറിയുന്ന പോലെ നീ ദൈവത്തെ അറിഞ്ഞില്ല അല്ലേ? ചിലയിടത്തൊക്കെ തെറ്റിപ്പോയില്ലേ? വീണുപോയില്ലേ? ചില കാര്യങ്ങളിൽ ഇടറിപ്പോയില്ലേ? യൂദ കർത്താവിൻ്റെ ടീമിൽ ചേർന്നത് ചിതറാനും ഇടറാനും അല്ല, പക്ഷേ ജീവിതയാത്രയിൽ എവിടെയോ വെച്ച് തൻ്റെ ഹൃദയത്തിലേക്ക് സാത്താൻ കയറി. പത്രോസ് യേശുവിനോട് കൂടെ ചേർന്നത് ഒറ്റാനല്ല, പക്ഷേ ജീവിതത്തിൻ്റെ ഭയം തന്നെ പിടിച്ചിട്ട് താൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. യൂദാ ഒറ്റി, പത്രോസ് തള്ളിപ്പറഞ്ഞു. യോഹന്നാനും മറ്റ് ശിഷ്യന്മാരും എല്ലാം കൂടെ യേശുവിൻ്റെ അടുത്തുപോലുമില്ല, അകന്നു നിന്ന് യേശുവിനെ എന്തിന് എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് നോക്കിക്കൊണ്ടിരുന്നു. കർത്താവുമായിട്ട് ചേർന്ന സമയത്തുള്ള അടുപ്പമൊക്കെ ഇപ്പോഴും ഉണ്ടോ? ദൈവത്തെ അറിഞ്ഞ സമയത്തെ അടുപ്പമൊക്കെ ഇപ്പോഴും ഉണ്ടോ? ദൈവമക്കളെ, മടങ്ങി വരാനുള്ള സമയം. നിങ്ങളുടെ കുടുംബം ചെതറിപ്പോയെങ്കിൽ കർത്താവ് അതിനെ ഒരുമിപ്പിക്കും. പലരുടെയും മനസ്സുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തു പോയെങ്കിൽ നീ ദൈവത്തെ അറിയാനാ, നീ ദൈവത്തെ അറിയേണ്ട പോലെ അറിയാനാ, ദൈവം അത് അടുപ്പിക്കും. ദൈവം അത് അടുപ്പിക്കാം. മനസ്സിന്റെ പൊരുത്തത്തെ കർത്താവ് ഒരുമിപ്പിക്കും. ചിലർ ശാരീരികമായി അകന്നുപോയി, ചിലർ മാനസികമായി അകന്നുപോയി, ചിലർ ബന്ധങ്ങളിൽ നിന്ന് അകന്നുപോയി, ചില കണ്ണികൾ പൊട്ടിപ്പോയി. അങ്ങനെ പല നിലവാരങ്ങളിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട്, ദൈവമക്കളോട് ഞാൻ ആത്മനിയോഗിതനായി ഞാൻ പ്രവചിക്കുന്നു, ദൈവം അടുപ്പിക്കും. ദൈവം കൂട്ടിച്ചേർത്തതാണെങ്കിൽ ദൈവം അടുപ്പിക്കും. അതേത് മനുഷ്യൻ വേർപിരിക്കാൻ ശ്രമിച്ചാലും ദൈവം അടുപ്പിക്കും, ജീവൻ വെപ്പിക്കും. ദൈവത്തിൻ്റെ ഒരു ശ്വാസം മതി അതിൽ ജീവൻ വരാൻ. ദൈവത്തിൻ്റെ ഒരു വാക്കുമതി അത് വലിച്ചടുപ്പിക്കപ്പെടാൻ. ചിതറിക്കിടന്നതെല്ലാം കാല് തെക്കാ കിടക്കുന്നതെങ്കിൽ ഉടൽ പടിഞ്ഞാറായിരിക്കാം കിടക്കുന്നത്. ചിതറിക്കിടന്ന അസ്ഥികളുടെ നടുവില ദൈവശബ്ദം വെളിപ്പെട്ടത്. എന്നാൽ ദൈവശബ്ദം കിടന്നപ്പോ അടുത്ത ഒരുവന്റെ കാലിൽ മറ്റൊരുവന്റെ ഉടലല്ല ചേർന്നത്. അറ്റുപോയ ഇടത്തുനിന്ന് തെക്കുന്നും പടിഞ്ഞാറെന്നും അടുത്തു വരണമെങ്കിൽ ആ ദൈവശബ്ദം അങ്ങനെ തന്നെ റൈറ്റ് അസോസിയേഷനിലേക്ക്, റൈറ്റ് കണക്ഷനിലേക്ക് ആസ്തികളെ ഒരുമിപ്പിച്ച് ചേർത്തത് എൻ്റെ ദൈവം അറിഞ്ഞിട്ടാ. സുഹൃത്തെ, പലരുടെയും വാക്കുകളെ പ്രതി ഇന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയായിരിക്കാം. സ്തോത്രം. എന്നാൽ എൻ്റെ ഈ ദൈവശബ്ദത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. വിശ്വസിക്കുക. ഒരുപക്ഷെ നിന്റെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസ്ഥികളുടെ ഉണക്കെങ്കിൽ
അതിന് സ്തോത്രം ചെയ്യാം. കാരണം ദൈവവും തൻ്റെ അഭിഷിക്തനും ഈ താഴ്വരകളെ സന്ദർശിക്കാൻ ഇടയായത് ഈ ഉണക്കുകാരനാണ്. ചില ദൈവമക്കൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നത് അനുഗ്രഹമാണ്. ചില ദൈവമക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അനുഗ്രഹമാണ്. അതൊക്കെ നിന്റെ ഉണക്ക് മാറ്റാൻ ദൈവം കാരണമാക്കി തീർത്തില്ലേ? ചില ദൈവമക്കളുമായിട്ട് നീ പരിചയപ്പെട്ടതൊക്കെ ഒരു അനുഗ്രഹമാണ്. അതൊക്കെ നിന്റെ ഉണങ്ങിയ അനുഭവത്തിൽ ഒരു നനവായിരുന്നില്ലേ? മറക്കരുത്, ദൈവം ചെയ്തതൊന്നും മറക്കരുത്. ഭയങ്കര വലിയ മത്തങ്ങ പോലത്തെ കാര്യമൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ കർത്താവ് എനിക്ക് ചെയ്തു. മക്കളെ, ഒരു ചെറിയ വ്യക്തിയുടെ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൻ്റെ ഉണങ്ങിയ അസ്ഥികൾക്ക് പലപ്പോഴും ഒരു തണുപ്പായിട്ടുണ്ട്. പക്ഷെ നമ്മൾ മറന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ മറന്നു. നമ്മളെ ബ്ലെസ് ചെയ്തവരെ മറന്നു. നമുക്കൊരു നല്ലൊരു വിഷ് ചെയ്തവരെ നമ്മൾ മറന്നു. നമ്മളെ സഹായിച്ചവരെ മറന്നു. നമ്മളോട് പ്രവചിച്ചവരെ മറന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ശാപമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏറ്റവും വലിയൊരു പരാജയമാണത്. നന്ദിയില്ലാത്ത അവസ്ഥ. നമുക്കങ്ങനെ ഉണ്ടാവരുത്. നന്ദി വേണം, ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ആരോടും എല്ലാവരോടും ഒരു നന്ദി വേണം. എങ്കിലേ ഇന്ന് നല്ലതായിരിക്കാം, പക്ഷെ നാളെ ഒരാകാത്ത സമയം വരുമ്പോൾ അതിനകത്തുനിന്ന് നമുക്കൊരു നീക്കുപോക്ക് ദൈവം തരും. നമ്മൾ നീതിയുള്ളവരായിരിക്കട്ടെ, സ്നേഹമുള്ളവരായിരിക്കട്ടെ, കരുതലുള്ളവരായിരിക്കട്ടെ, ദയുള്ളവരായിരിക്കട്ടെ, സമർപ്പണമുള്ളവരായിരിക്കട്ടെ. വചനം പറയുകയാണ്, നിങ്ങൾ ജീവിക്കേണ്ടതിന്. 7-ാമത്തെ വാക്യം, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ദൈവം പറയുന്നത് പോലെ ചെയ്താൽ ദൈവം പറഞ്ഞതുപോലെ ദൈവം ചെയ്യും. ഒന്നുകൂടെ, ദൈവം പറഞ്ഞതുപോലെ നമ്മൾ ചെയ്താൽ ദൈവം പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവം ചെയ്യും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞിരിക്കുന്നതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാഞ്ഞു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ശ്വാസം അവരുടെ മേൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഞാൻ ആത്മാവിൽ താങ്കളെ നോക്കി പ്രവചിക്കുന്നു, നീ പലയിടത്തും കൂനിപ്പോയി, നീ പലരുടെ മുമ്പിലും ചെറുതായിപ്പോയി, നീ പലരുടെ മുമ്പിൽ നിന്റെ തല കുനിയേണ്ടി വന്നു. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ഒരു കാറ്റിന്ന് നിന്നെ തൊടാൻ പോവുക, ഒരു കാറ്റിന്ന് നിന്റെ മേൽ അടിക്കാൻ പോവുക. നീ നിവർന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, തല കുനിഞ്ഞുപോയ ഇടത്തുനിന്ന് തല നിവർന്ന് നിൽക്കുന്ന അനുഭവത്തിലേക്ക്, നട്ടല് കൂനിപ്പോയ അനുഭവത്തിൽ നിന്ന് നിവർന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ ദൈവത്തിന്റെ കാറ്റ് നിന്നെ മാറ്റാൻ പോവുക. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആമേൻ. ഇന്ന് ആരുടെയൊക്കെയോ മേൽ, വിശ്വസിക്കുന്ന ആരുടെയൊക്കെയോ മേൽ ഈ ദൈവത്തിന്റെ കാറ്റടിക്കാൻ പോവുക. ഇന്ന് ആമേൻ പറയുന്നവനെ പരിശുദ്ധാത്മാവത്തോടും ഷൈഡൽ ഖബന ബ്രിഗദൽ ഖബനി അധുരിരിബിദി ഘടകശമ്മ, നീ എഴുന്നേൽക്കാൻ സമയമായി കുഞ്ഞെ, നീ പുറപ്പെടാൻ സമയമായി. ദൈവം നിന്നെ വിളിച്ച വിളിയിലേക്ക് നീ പുറപ്പെടാൻ സമയമായി. പരിശുദ്ധാത്മാവിന് ആരോടൊക്കെയോ പറയുക, നീ ചിലയിടത്ത് നിനക്ക് ഉണക്ക് വന്നത് നല്ലതാ. നിന്നെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തെക്കുറിച്ച് നീ അറിയാൻ വേണ്ടിയാ. കമോൺ, നീ അനേകർക്കൊരു അനുഗ്രഹമാകും കേട്ടോ. ഇന്ന് തല കുനിഞ്ഞെടുത്ത് ദൈവം നിന്റെ തല ഉയർത്തും കേട്ടോ. ഇന്ന് നീ ചെറുതായി പോയെടുത്ത് ദൈവം നിന്നെ വലിയവനാക്കും കേട്ടോ. ഇന്ന് നിങ്ങളെ കുറച്ച് കണ്ടവരുടെ മുമ്പിൽ ഒരു വലിയ സൈന്യമാക്കി ദൈവം നിർത്തും കേട്ടോ. ആരാ ഇന്ന് പ്രാർത്ഥിക്കാനുള്ള? ഇതിനകത്ത് ആരാ ഈ ദൈവശബ്ദത്തിന് ആമേൻ പറയാനുള്ളത്? ആർക്കാ ഇതിൽ വിശ്വാസമുള്ളത്? ഈ ദൈവശബ്ദത്തെ സംശയിക്കാതെ എടുക്കാൻ ആരാ ഉള്ളത്? അവരുടെ ശരീരത്തിലേക്ക് ഒരു ദൈവജീവൻ വരുന്നത് ഞാൻ കാണുന്നു. അവരുടെ ജീവിതത്തിലേക്ക് ഒരു ദൈവജീവൻ വരുന്നത് ഞാൻ കാണുന്നു. അവരുടെ കുടുംബത്തിലേക്ക് ഒരു ദൈവജീവൻ വരുന്നത് ഞാൻ കാണുന്നു. അവരുടെ ലൈഫിലേക്ക് ഒരു ദൈവജീവൻ വരുന്നത് ഞാൻ കാണുന്നു. ഞാൻ എന്നോട് ആത്മാവ് പറയുന്നു, ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ക്ഷയിപ്പിച്ച് ജീവിതത്തെ
മടുപ്പിച്ചു വെച്ചിരിക്കുന്ന ചില വ്യക്തികളിലേക്ക്, ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാത്ത നിലകളിൽ ജീവിതത്തെ മടുപ്പിച്ചു വെച്ചിരിക്കുന്ന ചില വ്യക്തികളിലേക്ക് ഇന്ന് പരിശുദ്ധാത്മശക്തി വരാൻ പോവാ. ഇന്ന് പരിശുദ്ധാത്മശക്തി വരാൻ പോവാ. റാൽഖേമ ഷെയ്ബ്രാറ്റായ ലേബ്രോസ്കിറ്റാൽ ബ്രൈറ്റസ്കോട്ടയാമ ഷറ്റൈ ഗ്ലോറിയസ് പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ വിശ്വസിച്ചോ? 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 ഈ ദൈവശബ്ദം ആരെയൊക്കെയോ പണിതുകൊണ്ടിരിക്കുക, ആരെയൊക്കെയോ പണിതുകൊണ്ടിരിക്കുക. ഈ ദൈവശബ്ദം ആരെയൊക്കെയോ ജീവിതം മടുപ്പിച്ചു വെച്ചിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് സ്വർഗീയ കാറ്റടിക്കുക. ചിതറിപ്പോയ ഫാമിലികൾ ഇപ്പോൾ കാറ്റടിക്കുക, ദൈവത്തിന്റെ കാറ്റടിക്കുക. ചിതറിപ്പോയി നിങ്ങളിൽ നിന്ന് ഒത്തിരി അകന്നുപോയ ചില വ്യക്തികളെ ഈ കാറ്റ് മടക്കിക്കൊണ്ടുവരും. ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഒരു വലിയ പെറുപെറുപ്പുണ്ടായി. ആമേൻ. മിസ്രയീമിൽ ഞങ്ങൾ വില കൂടാതെ വാങ്ങിക്കഴിച്ച ഞങ്ങളുടെ പഴവർഗ്ഗങ്ങൾ, മത്സ്യം, മാംസം ഇത്യാദി ഭക്ഷണങ്ങളെ വെടിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒന്നിനും ഇല്ലാത്ത മന്ന തിന്നുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോശ ദൈവസന്നിധിയിൽ കരഞ്ഞു. ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. 4 ദിക്കിൽ നിന്നും കാടപ്പക്ഷികളെ പറന്ന് നിലത്ത് വീഴുമാറാക്കി. അവരെ ഇരുന്നും കിടന്നും ഓടിയും പെറുക്കിയിട്ട് പോലും തീരാത്ത നിലകളിൽ ദൈവത്തിന്റെ കാറ്റടിപ്പിച്ചു. കുഞ്ഞെ, ഞാൻ ആത്മാവിൽ ഇതാരോട് പ്രവചിച്ചു പറയുക, നിന്റെ കയ്യിൽ നിന്ന് അകന്നുപോയതിനെ, നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതിനെ, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ ദൈവത്തിന്റെ കാറ്റ് മടക്കിക്കൊണ്ടുവരുമെന്ന് ആത്മാവ് ആരോട് പ്രവചിക്കുകയാണ്. മക്കളുടെ ഭാവി പോയി, മക്കളുടെ ജീവിതം പോയി, വയസ്സ് പോയി, പ്രായമേറി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, കാറ്റുമതി. കാറ്റുമതി, ദൈവത്തിന്റെ കാറ്റുമതി. ഞാൻ അസ്ഥികളോടല്ല സംസാരിക്കുന്നത്, ഉണങ്ങിയ അസ്ഥികളോടാ. ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ. എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന നിങ്ങളോടാ ഞാൻ ദൈവാത്മാവിൽ സംസാരിക്കുന്നത്. കാറ്റുമതി കുഞ്ഞെ, സംസാരിക്കാൻ കാറ്റുമതി, തിരുത്താൻ കാറ്റുമതി, അടുപ്പിക്കാൻ കാറ്റുമതി, ബോധം വരുത്താൻ കാറ്റുമതി, പണിയപ്പെടാൻ കാറ്റുമതി, ശ്വാസം മതി, ജീവൻ വയ്ക്കാൻ കാറ്റുമതി അവന്റെ വായിൽ നിന്ന്. അതേ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ മേൽ അവന്റെ ശ്വാസത്തെ ഊതി അവർ പരിശുദ്ധാത്മ നിറവുള്ളവരായി തീർന്നതുപോലെ ഈ കാറ്റിന് പഠിപ്പിക്കാനേറെയുണ്ട്, പറയാനേറെയുണ്ട്. വിശ്വസിക്കുന്ന നിന്റെ ജീവിതം തിരിയുവാകുഞ്ഞേ. ഈ സന്ദേശത്തോടെ നിന്റെ ജീവിതം തിരിയുക. Oh, Jesus' name. Rumana Shamderi Alvasi. പ്രാർത്ഥിക്കുക. കർത്താവേ, ആ കാറ്റിന്റെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുക. ആ കാറ്റിന്റെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുക. ആ കാറ്റിന്റെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുക. എന്റെ മേൽ ആ ശ്വാസം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവമേ സൗഖ്യത്തിന്റെ കാറ്റടിക്കട്ടെ, ഒരുമയുടെ കാറ്റടിക്കട്ടെ, സന്തോഷത്തിന്റെ കാറ്റടിക്കട്ടെ, അഭിഷേകത്തിന്റെ കാറ്റടിക്കട്ടെ, ജീവന്റെ കാറ്റടിക്കട്ടെ, പ്രതീക്ഷയുടെ കാറ്റടിക്കട്ടെ. ദൈവത്തിന്റെ തീ ഇന്ന് ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിനകത്ത് കത്തട്ടെ. അതെ, നാറ്റം വെച്ചിരിക്കുന്ന താഴ്വരയ്ക്ക് ഒരു ഭയങ്കര സാക്ഷ്യമായിരുന്നു ഈ ശ്വാസം. നാറ്റം വെച്ചിരുന്ന താഴ്വരയ്ക്ക് കൊത്തിപ്പറിക്കുന്ന കഴുകന്മാർ മാത്രം സന്ദർശിച്ച താഴ്വരയ്ക്ക് ഒരു വലിയ സാക്ഷ്യമായിരുന്നു ഈ ദൈവിക സന്ദർശനം. പക്ഷെ നിന്റെ ഭവനം ഇങ്ങനെ ഒരു വീടായിരിക്കാം, നിന്റെ ഭവനം ഇങ്ങനത്തെ ഒരു താഴ്വരയായിരിക്കാം, നിന്റെ ജീവിതം ഇങ്ങനത്തെ ഒരു താഴ്വരയായിരിക്കാം, നിങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനത്തെ ഒരു താഴ്വരയായിരിക്കാം. കൊത്തിപ്പറിക്കാനും വേദനിപ്പിക്കാനും മുറിവേൽപ്പിക്കാനും ഉള്ളത് കവർന്നു കൊണ്ടുപോകാനും ഇറങ്ങി വരുന്ന ചില കഴുകന്മാർ. കുഞ്ഞേ, മറിച്ചൊരു സന്ദർശനം ഇന്ന് നടക്കാൻ പോവാ.
അത് മറിച്ചൊരു സന്ദർശനം നടക്കാൻ പോവുക. ദൈവത്തിന്റെ അഭിഷിക്തനും ദൈവവും ഇറങ്ങിയൊരു താഴ്വരയായി അത് മാറിയതിന്റെ കാരണം ദൈവത്തിന്റെ കൈ വന്നതുകൊണ്ടാ, കാറ്റ് വന്നതുകൊണ്ടാ. ഓ ജീസസ്, അത് സംഭവിക്കുക കേട്ടോ. നിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുക, ഭയങ്കര ഒരു ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. ആരെയൊക്കെ പരിശുദ്ധാത്മാവ് തൊടുക, ആരുടെയൊക്കെ ജീവിതങ്ങൾ മാറുക. In the mighty name of Jesus, I release the fire. Oh, Raigamasiantara Baba. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞാനൊരു ദൂത് പറയുക, ഈ തീക്കകത്ത് നിന്റെ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. ഈ തീക്കകത്ത്, ഈ കാറ്റിനകത്ത് ചില വ്യക്തികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. പരിശോധിച്ചോ. വിശ്വാസത്തോടെ നിങ്ങൾ ഈ ദൂത് കേട്ടതെങ്കിൽ പരിശോധിച്ചോ. നീ സൗഖ്യമായിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റിമണി പറയണം. അത് താഴെ നമ്പർ സ്ക്രോളിൽ പോകുന്നുണ്ട്, നമ്പർ താഴെ കാണുന്നുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ സാക്ഷ്യം പറയണം. കർത്താവ് ഈ മെസ്സേജ് കേട്ടോണ്ടിരുന്നപ്പോൾ ഇങ്ങനൊരു ദൈവശക്തി അയച്ചു എന്ന്, ഇങ്ങനൊരു വിടുതൽ നടന്നു എന്ന്, ഇങ്ങനൊരു സൗഖ്യം നടന്നു എന്ന് ഒളിച്ചു വെക്കരുത്. കർത്താവ് കാണും. സൗഖ്യം, ഞാൻ ഉറപ്പിച്ചു പറയാം, സൗഖ്യം നടന്നിട്ടുണ്ട്. ഇതിനകത്ത് സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കാറ്റ് ചില വ്യക്തികളുടെ രോഗത്തെ പറപ്പിച്ചുകൊണ്ട് പോവുക. അത് വിശ്വസിക്കുന്നവന്റെ മേൽ നിന്ന് ആ രോഗാത്മാവ് ശാസിക്കുന്നു. In the name of Jesus. അത്ഭുത വിടുതൽ നടക്കട്ടെ, അത്ഭുത സൗഖ്യം നടക്കട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭയങ്കര വിടുതൽ ഇന്ന് നടന്നിട്ടുണ്ട്, ഭയങ്കരമാകുന്ന വിടുതൽ നടന്നിട്ടുണ്ട്. വിശ്വസിക്കുക, സാധാരണമായ ദൈവപ്രവൃത്തികൾ ആണ് നടന്നിരിക്കുന്നത്. നിങ്ങൾ അത് ഞങ്ങളുടെ ഈ താഴെ കണ്ട നമ്പറിൽ നിങ്ങൾ ഞങ്ങൾക്ക് വാട്സാപ്പിൽ അറിയിക്കുക, ഇങ്ങനൊരു ദൈവപ്രവൃത്തി നടന്നു എന്ന്. മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശം നിർബന്ധമായിട്ടും പ്രിയപ്പെട്ടവർ അയച്ചു കൊടുക്കുക. നിർബന്ധമായിട്ടും അയച്ചു കൊടുത്തിട്ട് പറയുക, എത്ര സമയമില്ലെങ്കിലും ഈ സന്ദേശം നിങ്ങൾ കാണാതിരിക്കരുതെന്ന് പറയുമോ? സ്തോത്രം. പറഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. കാണാൻ പറയാം. ഒപ്പം ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നു. നിങ്ങൾ ജോയിൻ ചെയ്യുക, എല്ലാ ദിവസത്തെ സന്ദേശം വാച്ച് ചെയ്യുക, ഒപ്പം മറ്റുള്ളവർക്ക് കൂടെ അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും പോറ്റട്ടെ, പുലർത്തട്ടെ, സൂക്ഷിക്കട്ടെ. God bless you and I bless you in Jesus' name. Amen.